ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് LDC എക്സാമിന് മുൻപ് ചോദിച്ച 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. കാഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത് എപ്പോഴാണ്? കാഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത് എപ്പോഴാണ്? 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 കാഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആര്? INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ഏത് വർഷമായിരുന്നു? 1887. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ സർ വില്യം ജോൺസ്. ആരാണ്? സർ വില്യം ജോൺസ്. ഏത് വർഷമായിരുന്നു സ്ഥാപിച്ചത്? 1784. മലബാർ ഹിൽസ് എവിടെയാണ്? മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ കറൻസി പ്രിൻറ്റിംഗ് പ്രസ്. ഇന്ത്യയുടെ കറൻസി പ്രിൻറ്റിംഗ് പ്രസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാസിക്കിൽ. നാസിക്. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? തമിഴ്നാടിൻ്റെ നെല്ലറ തഞ്ചാവൂർ. തഞ്ചാവൂരാണ് തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കുട്ടനാട്. പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജപത് റായ്. ലാലാ ലജപത് റായിയാണ് പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത്. കരസേനാ ദിനം ആചരിക്കുന്നത് എപ്പോൾ? കരസേനാ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ജനുവരി 15 കരസേനാ ദിനം. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സൽമാൻ റുഷ്ദിയാണ്. സൽമാൻ റുഷ്ദിയാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടി എന്ന് പ്രഖ്യാപിച്ചതെന്ന്? ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടി എന്ന് പ്രഖ്യാപിച്ചത് 2000 നവംബർ 11. 2000 നവംബർ 11 ഇന്ത്യയിൽ ജനസംഖ്യ 100 കോടി എന്ന് പ്രഖ്യാപിച്ചത്. രാജ്യത്തെ 28ാം സംസ്ഥാനമായ ജാർഖണ്ഡ് നിലവിൽ വന്നതെന്ന്? രാജ്യത്തെ 28ാം സംസ്ഥാനമായ ജാർഖണ്ഡ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2000 നവംബർ 15. 2000 നവംബർ 15 ജാർഖണ്ഡ് നിലവിൽ വന്നത്. മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം? മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? 1906. 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹത്തിൻ്റെ പേര്? ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? IRS-1A. എന്താണ്? IRS-1A. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ സ്ഥാപകൻ? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ. ആരാണ്? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിൻ്റെ ഇനാമൽ. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത്? ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം സൂക്രോസ്. എന്താണ്? സൂക്രോസ്. ഹർഗോവിന്ദ് ഖുറാനയുടെ പ്രവർത്തന കേന്ദ്രം? ഹർഗോവിന്ദ് ഖുറാനയുടെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? അമേരിക്ക. എവിടെയാണ്? അമേരിക്ക. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെന്നൈ. എവിടെയാണ്? ചെന്നൈ. പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷിക്കുന്ന ഉത്തര കേരളത്തിലെ ഒരു ക്ഷേത്രം ഏതാണ്? പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷിക്കുന്ന ഉത്തര കേരളത്തിലെ ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. എവിടെയാണ്? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ദൃഷ്ടാന്തം ചിത്രത്തിൻ്റെ സംവിധായകൻ? ദൃഷ്ടാന്തം ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? MP സുകുമാരൻ നായർ. MP സുകുമാരൻ നായരാണ് ദൃഷ്ടാന്തം ചിത്രത്തിൻ്റെ സംവിധായകൻ.
അടൂരിൻ്റെ ചലച്ചിത്രയാത്രകൾ രചിച്ചതാരാണ്? അടൂരിൻ്റെ ചലച്ചിത്രയാത്രകൾ രചിച്ചത് എം.എഫ്. തോമസ്. എം.എഫ്. തോമസ്. ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? പച്ചക്കറിയുടെ അധികോൽപാദനം. പച്ചക്കറിയുടെ അധികോൽപാദനമാണ് ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. സഖാവ് എന്ന നാടകം ആരുടെ കഥയാണ് പറയുന്നത്? സഖാവ് എന്ന നാടകം ആരുടെ കഥയാണ് പറയുന്നത്? കൃഷ്ണപിള്ള. ആരുടെയാണ്? കൃഷ്ണപിള്ളയുടെ കഥയാണ്. കേരളത്തിലെ ആദ്യത്തെ യഹൂദ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ യഹൂദ പള്ളി എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ്. ഏത് വർഷം? 1567 സ്ഥാപിക്കപ്പെട്ടത്. മൂഷകവംശം രചിച്ചതാരാണ്? മൂഷകവംശം അതുലൻ. അതുലനാണ് മൂഷകവംശം രചിച്ചത്. കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 1. കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ 1. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം എവിടെയാണ്? ശിവഗിരി. ശിവഗിരിയിലാണ്. ഏത് വർഷമാണ് അന്തരിച്ചത്? 1928 സെപ്റ്റംബർ 20 അദ്ദേഹം അന്തരിച്ചത്. കേരളത്തിൽ സർക്കസ് കല പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതാരാണ്? കേരളത്തിൽ സർക്കസ് കല പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കീലേരി കുഞ്ഞിക്കണ്ണൻ. ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല വയനാട്. പെരുവഴി അമ്പലം രചിച്ചതാരാണ്? പെരുവഴി അമ്പലം രചിച്ചത് പത്മരാജൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924 മാർച്ച് 20 1924 മാർച്ച് 20 എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം നീണ്ടുനിന്നു. കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? C.H. മുഹമ്മദ് കോയ. ആരാണ്? C.H. മുഹമ്മദ് കോയ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ബാബർ തൻ്റെ ആത്മകഥ എഴുതുവാൻ ഉപയോഗിച്ച ഭാഷ. ബാബർ തൻ്റെ ആത്മകഥ എഴുതുവാൻ ഉപയോഗിച്ച ഭാഷ ചഗത്തായി തുർക്കി. ചഗത്തായി തുർക്കി. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ജനഗണമന രചിച്ചതാരാണ്? ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ പ്രശസ്തരായ ഏത് നൃത്തരംഗത്ത് പ്രവർത്തിച്ചവരാണ്? യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ പ്രശസ്തരായ ഏത് നൃത്തരംഗത്ത് പ്രവർത്തിച്ചവരാണ്? ഭരതനാട്യം. ഏതാണ്? ഭരതനാട്യം. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1961 എന്നാണ്. 1961. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഭാരതരത്ന. ഭാരതരത്നയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം 1911. 1911. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആരാണ്? സമുദ്രഗുപ്തൻ. ആരാണ്? സമുദ്രഗുപ്തൻ. ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ 1. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഹൈദരാബാദ്. ഹൈദരാബാദാണ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി. പാർലമെൻറ്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും. ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും. ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ഏതാണ്? ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ലക്ഷദ്വീപ്. ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലമാണ് ലക്ഷദ്വീപ്.
കേരളത്തിലെ ആകെ ലോകസഭാ മണ്ഡലങ്ങൾ. കേരളത്തിൽ ആകെ ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. ഷേർഷയുടെ യഥാർത്ഥ പേരെന്താണ്? ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദ്. എന്താണ്? ഫരീദ്. സിക്സ്ത് സെൻസ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. സിക്സ്ത് സെൻസ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? മനോജ് ശ്യാമളൻ. ആരാണ്? മനോജ് ശ്യാമളൻ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആധുനിക ഇന്ത്യയുടെ പിതാവ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം. സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ പട്ടണം ഏതാണ്? തഞ്ചാവൂർ. തഞ്ചാവൂരാണ് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം. ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ BC റോയി. ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ BC റോയി. എന്നാണ് ഡോക്ടേഴ്സ് ദിനം? ജൂലൈ 1. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം. 1910 ഗാന്ധിജി ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്താണ്? 1910 ഗാന്ധിജി ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് ടോൾസ്റ്റോയി ഫാം. ടോൾസ്റ്റോയ് ഫാം. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ ഓർണിത്തോളജി. ടെലിവിഷൻ കണ്ടെത്തിയത്. ടെലിവിഷൻ കണ്ടെത്തിയത് ആരാണ്? ജോൺ ബെയാർഡ്. ജോൺ ബെയാർഡാണ് ടെലിവിഷൻ കണ്ടെത്തിയത്. ഒരു ഹോഴ്സ് എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? ഒരു ഹോഴ്സ് എന്ന് പറയുന്നത് 746 വാട്ടാണ്. വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്നത്. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? മനുഷ്യ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് 65%. 65%. മണ്ണിൽ നിന്നും ജലം വേരുകളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രക്രിയയുടെ ഫലമായാണ്? മണ്ണിൽ നിന്നും ജലം വേരുകളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രക്രിയയുടെ ഫലമായാണ്? കേശികത്വം. കേശികത്വം. വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം ഏതാണ്? വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം പച്ചിരുമ്പ്. എന്താണ്? പച്ചിരുമ്പ്. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരെന്ത്? കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരെന്താണ്? സോഫ്റ്റ്വെയർ. എന്താണ്? സോഫ്റ്റ്വെയർ. വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ. എന്താണ്? അൾട്ടിമീറ്ററാണ്. ഒരു മരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ആപ്പിളിൻ്റെ വേഗത. ഒരു മരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ആപ്പിളിൻ്റെ വേഗത 30 ഫീറ്റ് പെർ സെക്കൻഡ്. 30 ഫീറ്റ് പെർ സെക്കൻഡ്. ടെക്നോ പാർക്ക് കേരളത്തിൽ ആരംഭിച്ചതെന്നാണ്? ടെക്നോ പാർക്ക് കേരളത്തിൽ ആരംഭിച്ചത് 1990. എവിടെയാണ്? തിരുവനന്തപുരം. പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കർ. സ്പീക്കറാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശ്രീ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ച വ്യക്തി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശ്രീ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ച വ്യക്തി ആരാണ്? ലക്ഷ്മി സൈഗാളാണ്. ലക്ഷ്മി സൈഗാൾ. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാരീതി ഏത് രോഗത്തിനുള്ളതാണ്? ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാരീതി ഏത് രോഗത്തിനുള്ളതാണ്? അതിസാരം. ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? കാര്യവട്ടം. എവിടെയാണ്? കാര്യവട്ടം. ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? ഗോളിയാർ. ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? ഗോളിയാർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേര്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേര് നീലപുസ്തകം. എന്താണ്? നീലപുസ്തകം.
ഇന്ത്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേര് ധവളപത്രം. ഇന്ത്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേര് ധവളപത്രം. നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? എയ്ഡ്സ്. ആനക്കൂടിന് പ്രശസ്തമായ സ്ഥലം എവിടെയാണ്? ആനക്കൂടിന് പ്രശസ്തമായ സ്ഥലം കോന്നി. 1963 തിരുവനന്തപുരം ഗുരു ഗോപിനാഥ് ആരംഭിച്ച കലാകേന്ദ്രം. 1963 ഗുരു ഗോപിനാഥ് ആരംഭിച്ച കലാകേന്ദ്രം ഏതാണ്? വിശ്വകലാകേന്ദ്രം. വിശ്വകലാകേന്ദ്രം. കേരളത്തിലെ ചേഷയർ ഹോം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ചേഷയർ ഹോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഭാഷാദർപ്പണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഭാഷാദർപ്പണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൃഷ്ണ പിഷാരടി. കൃഷ്ണ പിഷാരടിയാണ് ഭാഷാദർപ്പണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി എസ് കെ വസന്തൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? എറണാകുളം. എപ്പോഴാണ്? 1990 ഫെബ്രുവരി 4. തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കുടിയൊഴിപ്പിക്കൽ എന്ന കൃതിയുടെ കർത്താവ്. കുടിയൊഴിപ്പിക്കൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? വൈലോപ്പിള്ളി. വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് കുടിയൊഴിപ്പിക്കൽ എന്ന കൃതിയുടെ കർത്താവ്. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേര്. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേരെന്താണ്? 18ാമത്തെ അടവിൻ്റെ പേര് പൂഴിക്കടകൻ. എന്താണ്? പൂഴിക്കടകൻ. ബുദ്ധമത കൃതികളിൽ രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഏതാണ്? ബുദ്ധമത കൃതികളിൽ രചിക്കാൻ ഉപയോഗിച്ച ഭാഷ പാലി. എന്താണ്? പാലി. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1972 പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ചത്. ഇബ്നു ബത്തൂത്ത ഏത് രാജാവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെത്തിയ ആഫ്രിക്കൻ സഞ്ചാരിയാണ്? ഇബ്നു ബത്തൂത്ത ഏത് രാജാവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെത്തിയ ആഫ്രിക്കൻ സഞ്ചാരിയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ്? ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. കാർട്ടൂണിസ്റ്റ് ശങ്കർ. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ഏത് വർഷം? 1969. 14 ബാങ്കുകളാണ് ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത്. അൽമട്ടി അണക്കെട്ട് ഏത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്നു? അൽമട്ടി അണക്കെട്ട് കൃഷ്ണ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉറുദു. ഉറുദു ആണ് ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23 ഏപ്രിൽ 23. ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഷേക്സ്പിയറിൻ്റെ ജന്മദിനം. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. കാപ്പിച്ചെടിയുടെ ജന്മദേശം. കാപ്പിച്ചെടിയുടെ ജന്മദേശം എവിടെയാണ്? എത്യോപ്യ. എത്യോപ്യയാണ് കാപ്പിച്ചെടിയുടെ ജന്മദേശം. ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യ വിദേശി. ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യ വിദേശി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഏത് വർഷം? 1987. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ. കെപ്ലറാണ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ്. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. O ഗ്രൂപ്പാണ് ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ്. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.